എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒഴിവാക്കാനാവാത്ത ചില സാഹചര്യങ്ങൾ മൂലമുണ്ടായ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും മറ്റൊരു വിഷയം നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ലോകം എന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മനോനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ ലോകം കീഴടക്കി, ചന്ദ്രനിലെത്തി, ആഴക്കടലുകൾ അളന്നു. പക്ഷേ ഇന്നും നമ്മളിൽ ഭൂരിഭാഗം പേരും തോറ്റുപോകാറുള്ളത് ഒരിടത്താണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം മനസ്സിന് മുന്നിൽ. മനസ്സിനെ കീഴടക്കുക എന്നത് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അത്യന്തം പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ബാഹ്യലോകത്തെക്കാൾ ഉപരിയായി സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ് വർത്തമാനകാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മലയാള സാഹിത്യത്തിൽ മനസ്സിനെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ ആഴമേറിയതാണ്. ഭക്തിപ്രസ്ഥാനം മുതൽ ആധുനികത വരെ ഓരോ കാലഘട്ടത്തിലെയും എഴുത്തുകാർ മനസ്സിനെ വിവിധ രീതികളിൽ നോക്കിക്കണ്ടു. മലയാള സാഹിത്യത്തിലെ മഹാരഥന്മാരും അവർ മനസ്സിനെക്കുറിച്ച് നൽകിയ ഉൾക്കാഴ്ചകളും ധാരാളമുണ്ട്. വിശ്വമഹാകവി മിൽട്ടൺ നഷ്ടപ്പെട്ട സ്വർഗം, പാരഡൈസ് ലോസ്റ്റ് എന്ന് എഴുതിയതുപോലെ മനസ്സിന് അതിൻ്റേതായ ഒരു ഇടമുണ്ട്. അതിന് നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും കഴിയും. എഴുതിയത് തൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ്. അശാന്തമായി ആർത്തലയ്ക്കുന്ന തിരമാലകളെ ആഴക്കടലിൻ്റെ നിശബ്ദതയിലേക്ക് പരിവർത്തിപ്പിക്കുന്നത് പോലെ ഉള്ളിലെ കോളിളക്കങ്ങളെ എങ്ങനെ പ്രശാന്തതയിലേക്ക് നയിക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നാൽ വേണം, മനസ്സിനോട് നമ്മൾ സംസാരിക്കണം. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ നമുക്കും നമ്മുടെ മനസ്സിനുമിടയിൽ നടക്കുന്ന സംഭാഷണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. ഭഗവത്ഗീത 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ റിപുരാത്മനാം. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉയർത്തണം, താഴ്ത്തരുത്. കാരണം മനസ്സ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുമാകാം, ഏറ്റവും വലിയ ശത്രുവും ആകാം. മനസ്സിനോട് സംസാരിക്കുക എന്നാൽ ചഞ്ചലമായ മനസ്സിനെ സ്ഥിരതയുള്ള ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അർജുനൻ തൻ്റെ മനസ്സിൻ്റെ പരിഭ്രമങ്ങളും സംശയങ്ങളും ഭഗവാൻ കൃഷ്ണനോട് തുറന്ന് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ശരിയായ ഒരു വഴി തെളിഞ്ഞു കിട്ടിയത്. തൻ്റെ ചിന്തകളെ ഒരു നിരീക്ഷകനെ പോലെ നോക്കിക്കാണാൻ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വികാരങ്ങളല്ല എന്ന് മനസ്സിനോട് പറഞ്ഞുറപ്പിക്കുന്നത് വഴി വികാരങ്ങൾക്ക് അടിമപ്പെടാതെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നാം കാണുന്നത് കണ്ണുകൾ കൊണ്ടല്ല, മറിച്ച് മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാണെങ്കിൽ ലോകം സുന്ദരമായും മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ലോകം ഭയാനകമായും നമുക്ക് അനുഭവപ്പെടുന്നു. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒന്നായി നമ്മൾ കാണുന്നത് പ്രകാശത്തെയാണ്. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിലൊതുക്കാൻ കഴിയുന്ന നമ്മുടെ ഈ മനസ്സ് ഒരേ സമയം അത്ഭുതവും എന്നാൽ ഒരു കടങ്കഥയുമാണ്. പലപ്പോഴും നമ്മൾ തോറ്റുപോകാറുള്ളത് ബാഹ്യമായ തടസ്സങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ സംഘർഷം കൊണ്ടാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനും ഇതേ പ്രതിസന്ധി നേരിട്ടു. അന്ന് ഭഗവാൻ കൃഷ്ണൻ നൽകിയ ആ രഹസ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജി. നമ്മൾ മനസ്സിനെ ഭഗവാനിലോ
അല്ലെങ്കിൽ ഒരു ഉന്നത ലക്ഷ്യത്തിലോ ഉറപ്പിച്ചാൽ ബാഹ്യമായ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല. മനസ്സിനെ വെറുമൊരു അവയവമായി കാണരുത്, മറിച്ച് ചിന്തകളുടെ ഉദ്യാനമെന്നോ നിഗൂഢമായ മാന്ത്രിക ചെപ്പെന്നോ വിശേഷിപ്പിക്കാം. മനസ്സിനെ സ്വതന്ത്രമായി വിട്ടാൽ അത് നമ്മുടെ വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും തടവുകാരനാകും. തത്വചിന്താപരമായി നോക്കിയാൽ മനസ്സൊരു കണ്ണാടിയാണ്. നാം എങ്ങനെയുള്ള ചിന്തകളെ അതിൽ പ്രതിഫലിപ്പിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. മനസ്സു നന്നായാൽ മതം വേണ്ട എന്ന ലളിതമായ വരികളിൽ കുമാരനാശാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് വലിയൊരു പ്രപഞ്ച സത്യമാണ്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളെക്കാൾ പ്രധാനം ആന്തരികമായ ശുദ്ധിയും നിശ്ചയദാർഢ്യവുമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ചിതറിക്കിടക്കുന്ന സൂര്യപ്രകാശത്തെ ഒരു ലെൻസിലൂടെ കേന്ദ്രീകരിച്ചാൽ അത് അഗ്നിയായി മാറുന്നത് പോലെ മനസ്സിനെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ അസാധ്യമായതിനെ പോലും കീഴടക്കാം. ഭാരതീയ തത്വചിന്തയിൽ മനസ്സിനെ അഞ്ചാം ഇന്ദ്രിയം എന്നതിലുപരി എല്ലാ ഇന്ദ്രിയങ്ങളെയും നയിക്കുന്ന തേരാളിയായിട്ടാണ് കാണുന്നത്. ഉപനിഷത്തുകൾ മനസ്സിനെ താഴെ പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നു: നാം എന്ത് ചിന്തിക്കുന്നുവോ അത് സംഭവിക്കുന്നു. യത് ഭാവം തത് ഭവതി. അലയുന്ന മനസ്സിനെ പിടിച്ചു നിർത്തുന്നതാണ് യഥാർത്ഥ വിജയം. തന്നിൽ തന്നെയുള്ള വിശ്വാസം മനസ്സിനെ വജ്രത്തെക്കാൾ കടുപ്പമുള്ളതാക്കുന്നു. ഭാരതീയ തത്വചിന്തയിലെ ഏറ്റവും ഉന്നതമായ 2 ഗ്രന്ഥങ്ങളായ ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും മനസ്സിൻ്റെ ശക്തിയെയും അതിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ച് സുവ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. ഭാഗവതം 3-ാം സ്കന്ധം അധ്യായം 25 ശ്ലോകം 15. കപിലഗീത. ഭഗവാൻ കപിലൻ തൻ്റെ മാതാവായ ദേവഹൂതിക്ക് മനസ്സിനെ കുറിച്ച് നൽകുന്ന ഉപദേശം ഇങ്ങനെയാണ്: ചേതകല്ലസസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: മനസ്സ് ഭൗതിക വിഷയങ്ങളിൽ ആസക്തമായാൽ ബന്ധനം, എന്നാൽ പരമാത്മാവിൽ ആസക്തമായാൽ അത് മുക്തി നൽകുന്നു. ഈ 2 ഗ്രന്ഥങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്നാണ്. നമ്മെ തളച്ചിടുന്നതും ബന്ധിക്കുന്നതും മനസ്സാണ്, നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതും അതേ മനസ്സാണ്. നമ്മുടെ ലക്ഷ്യം ആ മനസ്സിനെ ഭൗതികമായ ചപലതകളിൽ നിന്ന് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് ഉയർത്തുക എന്നതാണ്. വിശ്വമഹാകവി മിൽട്ടൺ നഷ്ടപ്പെട്ട സ്വർഗം, പാരഡൈസ് ലോസ്റ്റ് എന്ന തൻ്റെ കവിതയിൽ പാടിയതുപോലെ മിൽട്ടൺ നഷ്ടപ്പെട്ട സ്വർഗം രചിക്കാനുണ്ടായ സാഹചര്യങ്ങൾ അതീവ ദയനീയവും എന്നാൽ വളരെ പ്രചോദനാത്മകവുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 3 വലിയ തകർച്ചകളാണ് ഈ മഹാകാവ്യത്തിന് പിന്നിലെ പ്രേരണ. രാഷ്ട്രീയ പരാജയം, കാഴ്ച നഷ്ടപ്പെടൽ, കുടുംബത്തിലെ വിയോഗങ്ങൾ. മിൽട്ടൺ ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു. അക്കാലത്ത് രാജഭരണത്തിനെതിരെ അദ്ദേഹം അതിയായി പോരാടി. എന്നാൽ പിന്നീട് രാജഭരണം തിരിച്ചു വരികയും മിൽട്ടൺ വിശ്വസിച്ചിരുന്ന ആദർശങ്ങളെല്ലാം തകരുകയും ചെയ്തു. അദ്ദേഹം ഒരു കൊടും കുറ്റവാളിയായി മുദ്രകുത്തപ്പെട്ടു. ജയിൽവാസവും വധശിക്ഷയും പോലും അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ ഒറ്റപ്പെടലിൽ നിന്നാണ് നഷ്ടപ്പെട്ട സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉടലെടുത്തത്. 1652 അതായത് തൻ്റെ 44-ാമത്തെ വയസ്സിൽ മിൽട്ടന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു. കഠിനമായ ജോലിഭാരവും വായനയുമാണ് ഇതിന് കാരണമായത്. കൂട്ടുകാരെ, ചിന്തിക്കണം. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് കാഴ്ച നഷ്ടപ്പെടുന്നത് ലോകം അവസാനിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അദ്ദേഹം പതറിയില്ല. തൻ്റെ ഉള്ളിലെ മനക്കണ്ണ് ഉപയോഗിച്ച് അദ്ദേഹം വരികൾ ചിട്ടപ്പെടുത്തി. അദ്ദേഹം പറയുമായിരുന്നു, പുറത്തെ കാഴ്ചകൾ പോയെങ്കിലും ദൈവം എൻ്റെ ഉള്ളിലെ വെളിച്ചം വർദ്ധിപ്പിച്ചു എന്ന്.
ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മേരി പവലും ഏക മകൻ ജോണും മരിക്കുന്നത്. പിന്നീട് വിവാഹം കഴിച്ച രണ്ടാമത്തെ ഭാര്യയും അധികം വൈകപ്പെടാതെ മരണപ്പെടുകയാണ്. ഇത്തരത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടും അന്ധതയും രാഷ്ട്രീയ തകർച്ചയും മിൽട്ടനെ മാനസികമായി തളർത്തേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം തളർന്നില്ലെന്ന് വേണം പറയാൻ. ഈ വരികളുണ്ടായ സാഹചര്യം, മനസ്സ് അതിൻ്റെ സ്വന്തം ഇടമാണ്, അതിന് നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും കഴിയുമെന്ന് അദ്ദേഹം എഴുതിയത് തൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സാഹചര്യം എന്തുതന്നെയായാലും അതിനെ എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഇത് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. ശരീരത്തിന്മേൽ മനസ്സിന് ഒരു പ്രത്യേക പരമാധികാരമുണ്ട്. ശരീരത്തെക്കാൾ വലിയ അധികാരം മനസ്സിനുണ്ട്. കാഴ്ചയില്ലാതെ ദാരിദ്ര്യത്തിലും രോഗങ്ങളിലും ഒറ്റപ്പെടുമ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിനെ ഒരു സ്വർഗമാക്കി മാറ്റി. തൻ്റെ കവിതകളിലൂടെ പുതിയ ഒരു ലോകം സൃഷ്ടിച്ചു. ആ മനക്കരത്തിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന നഷ്ടസ്വർഗം എന്ന ആ മഹാകാവ്യം. ഈ മഹാകാവ്യം രചിക്കുമ്പോൾ മിൽട്ടൺ പൂർണ്ണമായി അന്ധനായിരുന്നു. അദ്ദേഹം വരികൾ പറഞ്ഞു കൊടുക്കുകയും മക്കളും സുഹൃത്തുക്കളും അത് എഴുതിയെടുക്കുകയുമാണ് ചെയ്തത്. ചുരുക്കത്തിൽ അർജുനൻ തൻ്റെ വിഭ്രാന്തികളെ തർക്കങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെയും പരിഹരിച്ചതുപോലെ നമ്മളും നമ്മുടെ മനസ്സിനോട് സംവദിക്കുന്നത് അജ്ഞത നീക്കി വ്യക്തത കൈവരിക്കാൻ സഹായിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് ചഞ്ചലമായ ഈ മനസ്സും അനന്തമായ ആത്മീയതയും തമ്മിലുള്ള ആ മനോഹരമായ ബന്ധത്തെക്കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദൻ തൻ്റെ രാജയോഗം എന്ന ഗ്രന്ഥത്തിലും വിവിധ പ്രസംഗങ്ങളിലും മനസ്സിനെ ഒരു ഉപകരണമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനസ്സ് ഒരു ദൂരദർശിനി പോലെയാണ്. പ്രപഞ്ചത്തിലെ സത്യങ്ങളെ കാണാൻ നാം ഉപയോഗിക്കുന്ന ഉപകരണം മനസ്സാണ്. ഈ ഉപകരണം എത്രത്തോളം ശുദ്ധമാണോ അത്രത്തോളം വ്യക്തമായി നമുക്ക് ആത്മീയതയെ ദർശിക്കാൻ സാധിക്കും. ചിതറിക്കിടക്കുന്ന പ്രകാശരശ്മികളെ ഒരു ലെൻസ് ഉപയോഗിച്ച് കേന്ദ്രീകരിച്ചാൽ അത് വസ്തുക്കളെ ദഹിപ്പിക്കാൻ ശക്തിയുള്ളതാകുന്നു. അതുപോലെ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ അത് ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിത്തരും. ബാഹ്യ ലോകത്തെ അറിയാൻ നമുക്ക് ശാസ്ത്രീയ ഉപകരണങ്ങളുണ്ട്. എന്നാൽ ആത്മീയ ലോകത്തെ അറിയാൻ നമുക്കുള്ള ഏക ഉപകരണം നമ്മുടെ മനസ്സ് മാത്രമാണ്. ശ്രീമാൻ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വിവേക ചൂഡാമണി എന്ന ഗ്രന്ഥത്തിൽ മനസ്സിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനസ്സാണ് മനുഷ്യൻ്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. മനസ്സ് അവിദ്യയിൽ, അറിവില്ലായ്മയിൽ മുങ്ങിക്കിടക്കുമ്പോൾ അത് നമ്മെ ലൗകിക സുഖങ്ങളിൽ തളച്ചിടുന്നു. എന്നാൽ വിവേകമുദിക്കുമ്പോൾ ഇതേ മനസ്സ് നമ്മെ മുക്തിയിലേക്ക് നയിക്കുന്നു. ആത്മീയത എന്നത് പഴയ കാലത്തെ കാര്യമല്ല. ആത്മീയത എന്നാൽ ലൗകിക ജീവിതം ഉപേക്ഷിക്കലുമല്ല, മറിച്ച് ഏതു തിരക്കുകൾക്കിടയിലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനും ശാന്തമായിരിക്കാനുമുള്ള വിദ്യയാണ് അത്. പഴയ കാലത്തേക്കാൾ ഉപരിയായി ഇന്നത്തെ തലമുറയ്ക്കാണ് അത് ഏറ്റവും അത്യാവശ്യമായി വന്നിരിക്കുന്നത്. ഇന്നത്തെ അതിവേഗ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപകരണമാണ് ആത്മീയത. നെഗറ്റീവ് ചിന്തകളിൽ നിന്നുള്ള മോചനം വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ്. അതായത് അസൂയ, പക, അമിതമായ ആഗ്രഹം എന്നിവ മനസ്സിനെ തളർത്തുന്ന രോഗങ്ങളാണ്. പകരം സ്നേഹം, കരുണ, വിട്ടുവീഴ്ച തുടങ്ങിയ ആത്മീയ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ മനസ്സ് കൂടുതൽ ആരോഗ്യമുള്ളതാകുന്നു. മാനസിക സമ്മർദ്ദവും ആത്മീയതയും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ജോലിഭാരം, മത്സരങ്ങൾ, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ ആത്മീയത നമ്മളെ സഹായിക്കുന്നു. ദിവസവും സ്വല്പനേരം ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ മുഴുകുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ആകുലതകളെ നിയന്ത്രിക്കാനും സഹായിക്കും.
വർത്തമാനകാലത്ത് ജീവിക്കാൻ മിക്കവാറും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് കഴിഞ്ഞുപോയ കാലത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി കൊണ്ടോ ആത്മീയത വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി കൊണ്ടോ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിലാപം ഓർത്തോ ആണ്. ആത്മീയത നമ്മെ ഇപ്പോൾ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് അനാവശ്യമായ ചിന്തകളിൽ നിന്നും മോചനം നൽകുന്നു. നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും പരിമിതികളെയും തിരിച്ചറിയാൻ ആത്മീയത നമ്മളെ സഹായിക്കുന്നുണ്ട്. ജീവിതത്തിലെ തിരിച്ചടികളെ തളർച്ചയോടെയല്ല, മറിച്ച് പുതിയ പാഠങ്ങളായി കാണാൻ ഇത് നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇതൊരു വ്യക്തിയുടെ മാനസിക കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ക്ഷമ, വിട്ടുവീഴ്ച മനോഭാവം, സ്നേഹം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ ആത്മീയതയുടെ ഭാഗമാണ്. ഇത് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സമാധാനപരമായ സാമൂഹ്യ ജീവിതം നയിക്കാനും നമ്മെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, ആത്മീയത എന്നാൽ ലൗകിക ജീവിതം ഉപേക്ഷിക്കലല്ല, മറിച്ച് ഏതു തിരക്കുകൾക്കിടയിലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനും ശാന്തമായിരിക്കാനുമുള്ള ഒരു വിദ്യയാണ്. ഇത് പഴയ കാലത്തേക്കാൾ ഉപരിയായി ഇന്നത്തെ തലമുറയ്ക്കാണ് ഏറ്റവും അത്യാവശ്യം. വിമാനങ്ങളെയും കമ്പ്യൂട്ടറുകളെയും നിയന്ത്രിക്കാൻ ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിച്ചു. എന്നാൽ സ്വന്തം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഇന്നും നാം ആരും പഠിച്ചിട്ടില്ല. അതിന് ആത്മീയതയ്ക്ക് മാത്രമേ കഴിയൂ. യഥാർത്ഥത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വിദ്യയാണ് ആത്മീയത. ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 34 മനസ്സിനെ നിയന്ത്രിക്കാനുള്ള തന്ത്രം അർജുനൻ തൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുവദുഷ്കരം. കൃഷ്ണ, മനസ്സ് അതിചഞ്ചലമാണ്. അർജുനൻ പറയുന്നു, മനസ്സ് അതിചഞ്ചലമാണ്. ഇത് ഇന്ദ്രിയങ്ങളെ കലക്കി മറിക്കുന്നതാണ്, ബലമുള്ളതാണ്, കീഴടക്കാൻ പ്രയാസമുള്ളതാണ്. കാറ്റിനെ പോലും കെട്ടിയിടാം, എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അസാധ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അധ്യായം 6 ശ്ലോകം 34 അർജുനൻ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ നൽകിയ മറുപടി അടുത്ത ശ്ലോകം, അതായത് അതേ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം: അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. മനസ്സോടിപ്പോകുമ്പോൾ വീണ്ടും വീണ്ടും അതിനെ തിരികെ പിടിച്ചുകൊണ്ടുവരണം. ഇതൊരു പരിശീലനമാക്കി മാറ്റണം. വൈരാഗ്യം, അനാവശ്യമായ ചിന്തകളോടും ഭൗതിക വസ്തുക്കളോടുമുള്ള അമിതമായ ആസക്തി ഉപേക്ഷിക്കുക. മനസ്സ് എങ്ങനെ ദുഃഖമുണ്ടാക്കുന്നു? ഭാഗവതത്തിലെ ഭിക്ഷുഗീത മനഃശാസ്ത്രത്തെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു. ലൗകികമായ എല്ലാ കഷ്ടപ്പാടുകൾക്കും കാരണം ബാഹ്യലോകമല്ല, സ്വന്തം മനസ്സാണെന്ന് ഇവിടെ സമർത്ഥിക്കുന്നു. ഈ അതിമനോഹരമായ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ 11-ാം സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിലുള്ളതാണ്. ഇത് ഭിക്ഷുഗീത എന്നത് ഭാഗത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. അവന്തി ദേശത്ത് സമ്പന്നനായ ഒരു ബ്രാഹ്മണൻ തൻ്റെ സമ്പത്തെല്ലാം കഷ്ടപ്പെട്ട് ഒരു സന്യാസിയായി മാറിയപ്പോൾ പാടിയതാണിത്. ആളുകൾ പരിഹസിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും അദ്ദേഹം തിരിച്ചറിഞ്ഞ സത്യമാണ് ഈ വരികൾ. പണ്ട് അവന്തി ദേശത്ത് സമ്പന്നനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം വലിയൊരു വ്യാപാരിയായിരുന്നു, പക്ഷേ അതിക്രൂരനും മഹാപിശുക്കനുമായിരുന്നു. സ്വന്തം കുടുംബത്തിനോ കുഞ്ഞുങ്ങൾക്കോ പോലും അദ്ദേഹം ഒരു സഹായവും ചെയ്തിരുന്നില്ല. പണം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. തകർച്ചയുടെ തുടക്കമായിരുന്നു അത്. പെട്ടെന്നൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം മാറി മറിഞ്ഞു. മോഷ്ടാക്കൾ പണം മോഷ്ടിച്ചു, വ്യാപാരം തകർന്നു, ബന്ധുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ കോടീശ്വരനായെന്ന അദ്ദേഹം തെരുവിലായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലായി. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം തകർന്നു പോയില്ല. പകരം ചിന്തിച്ചു, ഇത്രയും കാലം ഞാൻ പണത്തിൻ്റെ പുറകെ ഓടി, പക്ഷേ സമാധാനം കിട്ടിയില്ല. ഇപ്പോൾ എല്ലാം പോയപ്പോൾ എനിക്ക് ഒരു സത്യം മനസ്സിലായിരിക്കുന്നു.
അദ്ദേഹം ഒരു സന്യാസിയായി, ഒരു ഭിക്ഷുവായി മാറാൻ തീരുമാനിച്ചു. എന്നാൽ ഭിക്ഷ യാചിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നവർ പരിഹസിക്കാൻ തുടങ്ങി. ആളുകൾ കല്ലെറിഞ്ഞു, ചീത്ത വിളിച്ചു, അദ്ദേഹത്തിൻ്റെ വടി പിടിച്ചു വാങ്ങി ഓടിച്ചു. സാധാരണ ഒരാളാണെങ്കിൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കരയും. എന്നാൽ ശാന്തമായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ലോക പ്രശസ്തമായ ഈ ശ്ലോകം പാടിയത്. നായം ജനോ മേ സുഖദുഃഖഹേതുർ ന ദേവതാത്മാ ഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. 42ാമത്തെ ശ്ലോകമാണ് ഈ സ്കന്ധത്തിൽ. എന്നെ അടിക്കുന്ന ആളുകളല്ല എൻ്റെ ദുഃഖത്തിന് കാരണം, എൻ്റെ ഗ്രഹനിലയോ ദൈവമോ ഒന്നുമല്ല കാരണം, എൻ്റെ മനസ്സാണ് ഇതിനെല്ലാം കാരണം എന്നാണ് ഈ വരികളുടെ അർത്ഥം. സത്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം തൻ്റെ മനസ്സ് ശാന്തമാണെങ്കിൽ പുറത്ത് ആരെന്തു ചെയ്താലും തന്നെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കി. ലോകം നമ്മളെ എന്ത് വിളിക്കുന്നു എന്നതല്ല, നമ്മുടെ മനസ്സ് നമ്മോട് എന്തു പറയുന്നു എന്നതാണ് പ്രധാനം. ചുരുക്കത്തിൽ മനസ്സ് ഒരു നല്ല ദാസനും എന്നാൽ മോശം യജമാനനുമാണ്. നാം അതിനെ നിയന്ത്രിക്കുമ്പോൾ അത് നമ്മെ ഉന്നതിയിലെത്തിക്കുന്നു. ചിന്തകൾക്ക് വിത്തുപാകാനും അവയെ പരിപോഷിക്കാനും സാധിച്ചാൽ ജീവിതം ഒരു മനോഹരമായ ഉദ്യാനമായി മാറും. ഇതാണ് മനസ്സിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ. ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.